ഇപ്പോൾ ഈ മൂന്നാം അലോട്ട്മെന്റ് വന്നിട്ടും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടിയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഒരു നടപടി എന്നുള്ള രീതിയിൽ താൽക്കാലിക ബാച്ചുകളാണ് അനുവദിക്കുന്നതെങ്കിൽ MSF വീണ്ടും സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണത്. കഴിഞ്ഞ തവണയും അവർ ഇത്തരത്തിൽ പറഞ്ഞു മുന്നോട്ട് കൊണ്ടുപോയി അവസാനം ഏതാണെങ്കിലും താൽക്കാലിക ബാച്ച് അനുവദിച്ചുകൊണ്ട് പിന്മാറാനാണ് ഗവൺമെന്റ് തയ്യാറായിട്ടുള്ളത്. നമുക്കറിയാം ഇനിയിപ്പോൾ തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു. ഇനി കുട്ടികളോട് പറയുന്ന സീറ്റ് ആവശ്യമുള്ളവരൊക്കെ രണ്ടാമത് ഒരിക്കൽ കൂടി അപേക്ഷിക്കണമെന്നാണ്. അത് പറയുന്നത് തന്നെ നീതിയല്ല. കാരണം ഞങ്ങൾക്ക് സീറ്റ് വേണമെന്ന് പറഞ്ഞ് വിദ്യാഭ്യാസം അവകാശമാക്കിയ ഒരു സ്റ്റേറ്റിനകത്ത് ഞങ്ങൾക്ക് സീറ്റ് വേണമെന്ന് പറഞ്ഞ് 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കപ്പെട്ടാൽ അവർക്കെല്ലാവർക്കും സീറ്റ് കൊടുക്കുക എന്നത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അതിൽ നിന്ന് ഇനി തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു, ഇനി സീറ്റ് ആവശ്യമുള്ളവർ ഒരിക്കൽ കൂടി അപേക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളെ നിരന്തരമായി പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഗവൺമെന്റ് പോകുന്നത്. ഇതിന്റെ ഒരു മറുപടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരിഹാരം എന്ന് പറയുന്നത് താൽക്കാലിക ബാച്ച് അല്ല എന്ന് ഞങ്ങൾ തുടക്കം മുതലേ പറയുന്ന കാര്യമാണ്. അതുകൊണ്ടൊരു പരിഹാരമേ അല്ല. പരിഹാരം ഉണ്ടാകേണ്ടത് സ്ഥിരമായ ബാച്ച് അനുവദിക്കുക എന്നതാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അവസാനം അനുവദിച്ചതല്ലാതെ കേരളത്തിൽ സ്ഥിരമായ ബാച്ചുകളോ സീറ്റുകളോ ഇതുവരെ അനുവദിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 8 വർഷക്കാലം അത് ചെയ്തിട്ടില്ല. അതാണ് ഭീകരമായ രൂപത്തിലേക്ക് മലബാറിലും മലപ്പുറത്തും ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അത് തിരുത്താൻ പിണറായി സർക്കാർ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ക്ലാസ് തുടങ്ങാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ കൂടെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കണ്ട് ഒന്നുകൂടി ആവശ്യം അറിയിക്കുന്ന സാഹചര്യം അല്ല, ഇനി വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ വിഷയത്തെക്കുറിച്ച് അറിയാത്ത പ്രശ്നമല്ലല്ലോ. വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് MLA കണ്ടതാണ്. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി നേതാവ് കുഞ്ഞാലി സാഹിബ് നേരത്തെ 2 തവണ ഞങ്ങൾ കണ്ടതാണ്. MSF നേരിട്ട് അദ്ദേഹത്തിന് നിവേദനം നൽകിയതാണ്. ഇനി അവർക്കൊന്നും അറിയാത്ത പ്രശ്നമല്ല. അവർ കണ്ണടച്ചു പിടിക്കുകയാണ്. ഉറക്കം നടിക്കുന്നവർക്ക് മുമ്പിൽ ഇനിയും അപേക്ഷകളുമായി പോകണം, നിവേദനങ്ങളുമായി പോകണം എന്നല്ല ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങൾ തുടങ്ങിവെച്ച സമരത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയും മന്ത്രിയുടെ കാതിന് ചുവട്ടിലേക്ക് ഈ സമരത്തെ വ്യാപിക്കുകയും ചെയ്യുക എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇടതുപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രധാന ആരോപണം ഇവിടെ നിങ്ങളുടെ പാർട്ടി ഭരിച്ച സമയത്തും പിന്നെ ഇതിലൊന്നും ഒരു പരിഹാരം കണ്ടിരുന്നില്ല എന്നതാണ്. അപ്പോൾ ആ കാലത്തും പരിഹരിക്കാത്തതിനെ കുറിച്ചാണ് ഇപ്പോൾ MSF അടക്കം സമരം ചെയ്യുന്നതെന്നൊരു ആരോപണം. അത് വളരെ ദുർബലമായ വാദമാണ്. ഞങ്ങൾ കഴിഞ്ഞ 8 വർഷക്കാലവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ UDF ഭരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഏതാണ് ആ കാലം? ഞാൻ എപ്പോഴും പറയാം, 98 മുതൽ 2024 വരെയുള്ള 2 ടേം. ആ 2 ടേമിലും സീറ്റുകൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾ പരിശോധിക്കുക. കൃത്യമായി പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മലപ്പുറത്ത് ഈ പ്രശ്നം ഇത്ര രൂക്ഷമാകാനുള്ള 2 കാരണങ്ങളുണ്ട്. അത് മാധ്യമങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഒന്നാമത്തെ കാരണം, ആരംഭിക്കുന്ന സമയത്ത് 98-ലെ ഗവൺമെന്റ് ഇത് വിതരണം ചെയ്യുന്നിടത്ത് നീതി കാണിച്ചില്ല എന്നതാണ്. നീതി കാണിച്ചില്ല എന്നാണ് മലബാറിലെ ഈ പ്രശ്നത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പ്രത്യേകിച്ച് മലപ്പുറത്തെ പ്രശ്നത്തിന് കാരണം. ആരായിരുന്നു അന്ന് ഭരിച്ചത്? അന്ന് ഇടതുപക്ഷമായിരുന്നു, EK നായനാരായിരുന്നു. രണ്ടാമത്തെ ഒരു പ്രശ്നം, മലപ്പുറത്ത് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്ന ഒരു ജില്ലക്കകത്ത് വിജയബേരി പദ്ധതി എന്ന് പറയുന്നൊരു പദ്ധതി 2006-ൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുകയും അതിന്റെ ഭാഗമായി 22-23% വിജയശതമാനം ഉണ്ടായിരുന്നെന്ന് ഈ പദ്ധതിയുടെ ഭാഗമായി പിറ്റേ വർഷം അത് 60-65% വർദ്ധിപ്പിക്കപ്പെട്ടു. ആ സമയത്ത് ഭരിക്കുന്ന ഭരണകൂടത്തിന് ഒരു ബാധ്യതയുണ്ട്. വിജയബേരി പദ്ധതി എന്ന് പറയുന്ന പദ്ധതിയിലൂടെ രാഷ്ട്രീയ ഭേദമന്യേ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടങ്ങളും ഒരുമിച്ചിരുന്നുകൊണ്ട്, പ്രാദേശിക ഭരണകൂടങ്ങളും ഒരുമിച്ചിരുന്നുകൊണ്ട് മലപ്പുറത്ത് വലിയൊരു വിദ്യാഭ്യാസ കുതിപ്പ് നടത്തിയിരിക്കുന്നു. അവർക്ക് പിന്തുണ കൊടുക്കണമെന്ന് 2006-ലെ ഗവൺമെന്റ് തീരുമാനിക്കണമായിരുന്നു. അന്ന് VS അച്യുതാനന്ദൻ ഗവൺമെന്റ് ഉണ്ടായത്. അന്ന് അദ്ദേഹവും തീരുമാനിച്ചില്ല. എന്ന് വെച്ചാൽ പ്രധാനമായ 2 ഗവൺമെന്റുകൾ, ഒന്ന് EK നായനാർ ഈ +1 സീറ്റ് വിതരണത്തിന്റെ സമയത്ത് അദ്ദേഹം കാണിച്ച അനീതിയും, മറ്റൊന്ന് വിജയബേരി പദ്ധതിയിലൂടെ ജില്ല വലിയ കുതിപ്പ് നടത്തുമ്പോൾ അന്ന് ഈ ജില്ലയിൽ കോപ്പിയടിച്ചാണ് ജയിച്ചത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയായിട്ടുള്ള VS അച്യുതാനന്ദൻ കാണിച്ച കടുത്ത അനീതിയാണ് ഈ ജില്ല ഇത്രമേൽ വലിയ പരിക്ക് വാങ്ങാൻ, ഇത്രമേൽ വലിയ പ്രതിസന്ധിയിലേക്ക് നടന്നെത്തിയിട്ടുള്ളത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇവിടുത്തെ സമരം തുടരുകയാണ്. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂടെ ഉണ്ട്. അവർ പ്രഖ്യാപിച്ചതാണ് RDD ഓഫീസിന്റെ സമരം. അത് തുടർന്നു പോവുകയാണ്. ഈ ജില്ലക്ക് പുറത്തേക്കും ഈ സമരം വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ ബോധ്യമാണ്. ജില്ലക്ക് പുറത്തും ഞങ്ങൾ സമരം വ്യാപിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെന്റിനെതിരെയുള്ള നമ്മുടെ നെറ്റ് എക്സാമിന്റെയും അതുപോലെ തന്നെ നീറ്റിന്റെയും, നമുക്കറിയാം NDAയുടെ സുതാര്യത പോലും തകർക്കുന്ന രൂപത്തിലേക്ക് അതിന് വലിയ വിദ്യാർത്ഥികൾ ആശങ്കപ്പെടുന്ന ഒരു കാര്യമുണ്ടായി. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ, അവരുടെ കുടുംബാംഗങ്ങളുടെ പ്രതീക്ഷയ്ക്ക് മുകളിലാണ് ഈ ഭരണകൂടം അവരെ നിരന്തരമായി അസ്വസ്ഥപ്പെടുത്തുന്നത്. അതിനെതിരെയുള്ള സമരവും സമാനമായി ഞങ്ങൾ ആരംഭിക്കുന്നു. തിങ്കളാഴ്ച സെൻട്രൽ ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് MSF മാർച്ച് നടത്തുകയാണ്. അതോടൊപ്പം തന്നെ മലപ്പുറത്തും മലബാർ ജില്ലകളിലും മലബാറിന് പുറത്തുമായി +1 സമരത്തെ വ്യാപിപ്പിക്കാൻ കൂടി ഞങ്ങൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ്.